ഹലോ ഹായ് അസ്സാം വലൈക്കും. സബ്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അന്തരീക്ഷമാണ്. മഴയൊന്നും അങ്ങനെ പെയ്തില്ല. ഉമ്മ രാവിലെ എവിടെയോ പോയി എഴുന്നേച്ചപ്പോൾ ഉമ്മയെ കാണുന്നില്ല. എവിടെയോ പോയി. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. രാവിലെ നമ്മളെ കുറ്റം പറയുന്ന എന്നെ ചവിട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരാളുണ്ട്. ആരാ? എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയം 11 മണിയാവാറായി. ഹലോ, നമ്മളെ പറഞ്ഞ് നമ്മളെ ചവിട്ടി എഴുന്നേൽപ്പിക്കുന്ന ആൾ കിടന്ന് ഉറങ്ങുന്ന. ഇന്നലെ റീലേ എടുത്തിട്ട് കുപ്പായ പോലെ അയക്കാണ്ട് കിടന്ന് ഉറങ്ങുക. നേരെ വെളുത്തില്ല. എഴുന്നേര് വാ. എന്ത് ചൈതന്യം ആ മുഖത്ത്. ഉറങ്ങാൻ മാത്രം കാണാം. ലാപ്ടോപ്പ് ഇവിടെ കിടന്ന ടേബിളാണ്, അത് വലിച്ച് അവിടെ കൊണ്ടിട്ട് ഇനി എല്ലാം ഇനി പറക്കി മാറ്റി വൃത്തിയാക്കണല്ലോ എൻ്റെ പണി. റൂമിലെ കോല. എഴുന്നേര്. ചായയാ? എഴുന്നേര്. വാ 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 എഴുന്നേര്. ഞാൻ ഈ വെള്ളം കൊണ്ട് കോരി വെച്ച് തരും. 10:26 എഴുന്നേക്കാൻ. അങ്ങനെ എഴുന്നേക്കാൻ പോകുന്നുണ്ട്. ഇറങ്ങിക്കോ. ക്യാമറ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. എഴുന്നേച്ച് അതെന്റെ ബ്രഷാ, അതെന്റെ ബ്രഷാ. സ്വന്തം ക്യാമറയിലുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അതെന്റെ ബ്രഷാ. ബ്രഷ് മാറി പല്ല് തേക്കുന്നു. വീടുള്ളതുകൊണ്ട് ഞാൻ കണ്ടില്ല. നിങ്ങള് റോസാ സ്വന്തം ബ്രഷ്. എന്നും എന്റെ നീല ഈ ബ്രഷ് ഇട്ടാ തല്ലി വെക്കുക. പണ്ട് നമ്മൾ സ്കൂളിന്റെ പെന്നിന്റെ ഉള്ളിൽ പേര് എഴുതിയിരുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. എപ്പോഴും ഞാൻ ഇന്നലെ നോക്കാത്ത ബ്രഷ് എടുത്തു. അപ്പൊ ഞാൻ മരുന്ന് കുറച്ച് ബാക്കി മരുന്ന്. ഗൈസ്, പല്ല് തേക്കാൻ ഏറ്റവും നല്ല നമ്മളെ വീടിൻ്റെ മേൽഭാഗത്ത് നിന്നാല് അപ്പുറം സ്കൂളാണ്. സ്കൂൾ കാണാൻ പറ്റും, സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. എന്താ നല്ലൊരു അന്തരീക്ഷമാണ്. ഇനി റൂമിൽ പോയിട്ട് റൂം ക്ലീൻ ചെയ്യണേ. എന്നിട്ട് താഴെ അടുക്കള പണിയുണ്ട്. ആ ടേബിൾ എടുത്ത് അവിടെ ഇടുക. ബെഡ് ഇതാക്കി എടുക്കുക. ഓക്കെ. എന്ത് പിടിക്കുക? തനിയെ കൊണ്ടുവരാൻ അറിയാമായിരുന്നല്ലേ. അങ്ങോട്ട് കൊണ്ടുപോകാൻ ആള് വേണം. ഫോണ് ഇവിടെ. ഇതൊക്കെയാണ് മക്കളെ പണി. ഞാൻ വിചാരിച്ചു ഗൾഫിൽ നിന്നപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് പണിയൊക്കെ കുറച്ച് കിട്ടും, പണിയൊന്നും കാണൂല. ഇത് ഇരട്ടി പണിയാക്കാൻ അങ്ങനെ അമ്മായിന്റെ ഡെക്കറേഷനാണ്. അമ്മായിന്റെ ഇത് ഞാൻ ആക്കിയതാണ്. ഇത് നമ്മൾ കടപ്പുറത്ത് തന്നെ പള്ളിയിൽ പോയപ്പോൾ പക്കോണ്ട് കെട്ടിച്ചതാണ്. നമുക്ക് താഴെ പണിയുണ്ട്. ബാബാ ഉമ്മ ഇല്ല, ഉമ്മ എവിടെയോ പോയി. പോയി. അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. ഹലോ ഗൈസ്, രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് നാട്ടിച്ച് അത് പോട്ടെ, ഞാൻ വിട്ട്. ഇനി ഇവരുടെ അടുക്കളത്തെ കാര്യം ഞാൻ കാണിച്ചത്, ഇവരുടെ കാര്യം കാണിച്ചത്. എവിടെ വടി? ഇതാണ് ഗൈസ് പാത്തു. രാവിലെ തന്നെ വന്നിട്ട്
ഞാൻ ഉറക്കത്ത് ചവിട്ടി എണീപ്പിക്കും. അതിന്റെ വീഡിയോ ഞാൻ വേറെ വിട്ടു കേട്ടോ. ചവിട്ടി എണീപ്പിക്കുന്നത് സത്യമാണോ കടത്തറാണോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ ചായന്റെ ഒക്കെ പറഞ്ഞു വെച്ചാണ് ഒരു ചായ കുടിച്ചു, ചായ ഗ്ലാസ് കഴുകി വെച്ചിട്ട് പാത്രം ഉണ്ട്, ഒന്നും കഴുകി കണ്ട കേസ്. നിനക്ക് എന്താണ് എന്റെ പണിയാ? ചോറോ? ഓ ഇന്നത്തെ ചോറ് പറ്റിക്കുന്ന ഗൈസ്. ഇതിന്നത്തെ ചോറ് പാത്രം കഴിഞ്ഞ ചോറാണ്. ദോശക്കാക്കും. ഓ ഗൈസ് കർമ്മൂസ ഇതിന് 3 ഉണ്ടായിരുന്നു, ഇന്ന് 2 ഉണ്ടായി. 1 എവിടെ പോയി, 1 ഞങ്ങൾ തിന്ന് തീർത്തു ഗൈസ്. അസ്നത്തുണ്ട്. ചായ എന്നാ പിന്നെ ഗൈസ് ഞാൻ ചായ കുടിക്കട്ടെ. 10 മണിക്ക് ചായ ഉണ്ടായിട്ട് ഇതിനകത്ത്. അങ്ങനെ എനിക്കുള്ള പത്തിരി ചെറുപയർ. ഓ മൈ ഗാഡ്, അതാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം അല്ലേ പത്ത് രാവിലെ എണീച്ച് വെറുതെ വന്ന് അടുക്കളയിൽ കുത്തിനിട്ട് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്നിട്ട് അമ്മായി ഉണ്ടാക്കി വെച്ച പത്തിനും കറിയും എനിക്ക് വിളമ്പി തരുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അല്ലാണ്ട് ഇവിടെ രാവിലെ എണീച്ചിട്ട് പണി എടുത്തിട്ടൊന്നല്ല. അപ്പോ അമ്മായി ഉണ്ടാക്കിയത് ഗൈസ് അവളെന്തോ പറയാൻ വന്നായിരുന്നു. നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോ ഞം ടൈപ്പ്. ഓക്കെ പാത്തു എന്താ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നറിയോ? പാത്തു എന്തിനാ ചിരിക്കുന്നറിയോ? ഇവിടെ ഉഷാറായിട്ടോള് ചായ കാച്ചാൻ വേണ്ടി വെള്ളം ചൂടാക്കി വെച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കുമ്പോ ഗ്ലാസ് കാണും അരഭാഗം വെള്ളം. എന്നിട്ട് എന്നെ നോട്ടോ പച്ചവെള്ളം ഒഴിക്കുന്നു ഗൈസ്. പൊയ്ക്കവിടുന്ന് ഉമ്മ അങ്ങനെയാണല്ലോ. ഉമ്മ പിന്നെ ചായന്റെ അകത്തുനിന്ന് പഞ്ചാര കൂടി പോയിട്ട് തിരിച്ചെടുത്ത ചെറുവാടാ. ഇങ്ങനൊരു ഉമ്മാനെ നോക്കണോ? അമ്മ അത് വേറെ മരണ സാധനം. അടുത്ത വെള്ളം ചൂടാക്കുന്നു ഗൈസ്. ഉമ്മയുടെ ഉമ്മ ഒന്നും മുങ്ങിയാ ഗൈസ്? എന്റെ ഉമ്മാനെ എവിടെയും കണ്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. രാവിലെ എണീച്ച് നോക്കുമ്പോ ഉമ്മാനൊന്നും കാണുന്നില്ല. എവിടേക്കോ എങ്ങനെയൊക്കെയോ പോകുന്നു വരുന്നു. അതല്ലാണ്ട് ജീവിതല്ലേ. രാവിലെ എണീക്കുന്നു, ഒന്നും നോക്കുന്നില്ല, ഇറങ്ങി അങ്ങ് പോകുന്നു. പിന്നെ ഗൈസ് ചായ കുടിക്കുന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ പാത്തൂര് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ്. ചായ കഴിപ്പ്, ഫുഡ് കഴിപ്പ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര മടിയാണ്. ഓളെ കോലം കണ്ടില്ലേ, ഒന്നും കഴിയത്തില്ല അല്ലേ പാത്തു? ഓളെ കഴിപ്പ് എത്ര മണിക്കാ? രാവിലെ ഇപ്പം എണീച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല. ഒരു 12 മണിയാകുമ്പോൾ ചായ കുടിക്കും. എന്നിട്ടൊരു 4 മണിക്ക് ചോറ് കഴിക്കും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ചാൽ ചായ കുടിക്കും. 1 മണി ഷാർപ്പ് ബെല്ലടിച്ച, പണ്ടേ സ്കൂളിൽ നമുക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണം. അതേപോലെ 1 മണി ആയി കഴിഞ്ഞാൽ എനിക്ക് വിശക്കും. ഞാൻ എനിക്ക് ഫുഡ് കഴിച്ചില്ല, എൻ്റെ കിളി പോകും. അത് ഞാൻ 1 മണിക്ക് ഷാർപ്പ് ഫുഡ് കഴിക്കും. 1 മണി 1:30 മണി അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഫുഡ് കിട്ടുകയാണ്. വേളാണെങ്കിൽ 4 മണി വരെ കാത്തുവെക്കും. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞേക്കാം കുഴപ്പമുണ്ട്. ഗൈസ് ഇവിടെ വേറൊരു പത്തില്, എനിക്ക് വേറെ പത്തില്. കണ്ട എനിക്ക് കരിഞ്ഞ പത്തില് എന്നെ പറ്റിച്ചു ഗൈസ്. ഇവിടെ നല്ല ഫ്രഷ് പത്തില് തന്നിട്ട് അവിടെ തിന്നു ഗൈസ്. പറ്റിക്കുന്നുണ്ടോ? അപ്പം അതിന് കൈക്ക് സുഖമില്ല. ഞാൻ ഷട്ടിൽ പെറ്റി കളിച്ചിട്ട് കയ്യിൽ മൊത്തം നീരിറങ്ങി. പാവം എന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കൂ. അയ്യോ ഗൈസ് ഷർട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഷർട്ട് ഇന്നലെ റീൽസ് എടുക്കാൻ വേണ്ടി രാത്രി എടുത്തിട്ട ഷർട്ടാണ്. അതും കുഴപ്പമില്ല. പാത്തു ഇന്ന് പാത്തു ഒറ്റക്കാണ് ഗൈസ്. ഉമ്മയില്ല. ഉമ്മ രാവിലെ തന്നെ എവിടെയോ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എനിക്കൊരു ചങ്ങായിക്കൊരു പോകുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകും. പാത്തു ഇന്ന് ഒറ്റക്കാണ് അല്ലേ പാത്തു? പാവം പാത്തു. അയ്യോ എന്താ ചെയ്യാ? അങ്ങനെ എന്നെ കൂട്ടാണ്ട് പോവാ. ദോസ്തായി വെയില് കാണുന്നുണ്ട്. വെയിലുണ്ട്. വെയിലായാലും മഴയായാലും ഞമ്മക്കൊരു പുല്ലാണ്. സ്റ്റാർട്ടാവില്ലേ എണ്ണ തീരണേ. എൻ്റെ കയ്യിൽ 500 റുപ്യ മേടിച്ചോണ്ട് പോയൊക്കെ എണ്ണ അടിക്കാൻ വേണ്ടിട്ട്. ബാക്കി ചേഞ്ച് കൊണ്ട് തന്നില്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി വളർത്താനും പിടിക്കുന്ന സ്ഥലമില്ല ഗൈസ്.
ഉമ്മ ഇല്ലാഞ്ഞിട്ട് ജോലി നമുക്ക് കൂടുതലാണ്. സാധനം വാങ്ങാൻ പോവാം കടയിലേക്ക്. ഒരു സാധനം വാങ്ങണം. മീൻ രാവിലെ അമ്മായി മേടിച്ച്, മത്തിയാണ് കിട്ടിയിട്ടില്ല. അങ്ങനെ സാധനവും വാങ്ങി ഞാൻ അങ്ങനെ പുരയിലേക്ക് നടക്കുക. ഇതാ പറയാം, നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് അച്ചിട്ട കാര്യമാണ്. അയ്യോ കൈ വേനിക്കുന്നു. അങ്ങനെ ഉച്ചത്തെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളൊന്ന് ഹോള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കുറച്ച് അതൊന്ന് തൂക്കാനും തുടയ്ക്കാനൊക്കെ നിന്ന് കുറച്ച് പണിയൊക്കെ ഒതുക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം സമയം 3 മണി. രാവിലെ പോയതാ, ദാ വരുന്നു പറഞ്ഞ് പോയതാ. ഇപ്പം 3 മണിയായി. വിളിച്ചപ്പോഴൊക്കെ ദാ വരുന്ന ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇത് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. നോക്കിക്കോ, മയം കാണുന്നില്ല. മയ രാവിലെ പോയതാ. അവസ്ഥ വീല് കണ്ട് മടുത്ത്. അമ്മായിയും കക്കായ റൂമിലുണ്ട്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ അമ്മായിയും കൂടി ക്ലീൻ ചെയ്ത് പുറത്ത് പോയി വന്നിട്ട് നേരെ റൂമിൽ കയറി കഥ ഇവിടെ വിശന്ന് ഇരിക്കുന്നു. പ്രതികാരം ചെയ്യും. എന്ത് പുറത്ത് വന്നിട്ട് ക്ഷീണം. വാ ചോദിക്കാം. വാ ഞാൻ വണ്ടി വിളിപ്പിക്കും. ഏത് വണ്ടി? സ്കൂട്ടിയാ? ഓടിക്കൂല? ഇല്ല, ഓടിക്കൂല. ഇപ്പൊ പഠിക്കണോ? ഇപ്പം പഠിക്കണോ? വാ വാ, ഒന്നും തൊടുന്നില്ല. വാ, ഉടായിപ്പൊക്കെ കൈവെക്ക്. വാ. ഇല്ലേ, പുറത്ത് ചങ്ങായിമാരുടെ പോകുമ്പോ മാത്രം ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. അപ്പാട് സമയം ഒന്നും നോക്കൂല, ഇറങ്ങി അങ്ങ് ഓടും. അവിടെ നമ്മളൊരാവശ്യം പറഞ്ഞു നോക്ക്. ഇതാണ് പണി. ഉടായിപ്പ് ആശാന. വാ, വണ്ടിയോട് പിരിച്ചിരിക്കണ്ട. വാ 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 എഴുന്നേറ്റ് വാ. എങ്ങനെ മേഗിയല്ല, മറ്റേ എന്തിനു ചീസ് സാധനം വാങ്ങണം. എന്റെ വണ്ടിയും പഠിപ്പിക്കണം. വാ, കിടക്കണ്ട. വാ, അതൊന്നും പറയട്ടെ. വൈകുന്നേരം ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട്. പെട്ടെന്നേ. എന്താ ഗൈസ്, എന്നെ ഇവിടുന്ന് എണീപ്പിച്ചിട്ട് കല്യാണത്തിന് പോകുന്ന അവളെ വിചാരോ? എന്താ ലിപ്സ്റ്റിക്ക് നമ്മളെവിടെ പോകുന്നത്? വണ്ടി പിടിക്കാനല്ലേ? പെണ്ണ് കാണാനല്ലേ? ആണ് കാണാനല്ലല്ലോ. ഓ ഗൈസ്, ആൺകുട്ടികളെ വായി നോക്കൂലേ? അതിന് വേണ്ടിട്ടാണ്. അതൊന്നും കൊണ്ടൊന്നല്ല, എന്റെ കോൺഫിഡൻസ്. അത് വളിപ്പ് പറയല്ലേ. കോൺഫിഡൻസ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇപ്പൊ കോൺഫിഡൻസ് ആയിട്ട് എന്താ ബന്ധമുള്ളത്? അങ്ങനെ പാത്തൊരു വണ്ടി ഓടിക്കാൻ പോട്ടെ. എന്താവട്ടെ, തീർന്നാ പോട്ട്. എന്നാ ഓക്കെ ഗൈസ്, ഞങ്ങള് പോട്ടെ, വണ്ടി പഠിക്കാം. പത്തു വണ്ടി എങ്ങനെയാ പഠിക്കാ? ഇങ്ങനെ ഇങ്ങനെ. ഓക്കേ. ഞങ്ങൾ വണ്ടി പഠിക്കാൻ പോവുകയാണ്. ഞങ്ങളല്ല, പാത്തു. നീമിലേക്കട്ടെ. അമ്മ, ഞങ്ങൾ വണ്ടി പഠിച്ചിട്ട് വരാം.
ചാവിയാ കടുന്ത കൂടിനകത്ത് കടുന്തല് കടുന്തല് മോളെ മാത്രം തട്ടി ഒഴിവാക്കിട്ട് ഓടിക്കോ. ഇല്ലേ അതിനൊരു ബോട്ടിലാ കിട്ടി. അതങ്ങാണ് ഞാൻ കൈവച്ച കടിച്ചായിരുന്നെങ്കില. അയ്യോ പോയി വണ്ടി എടുത്തോ. പ്രതികാരം വീട്ടിൽ മുന്നേ വന്നിട്ട് വണ്ടി എടുത്തോ. ഓട് ഗൈസ് ഓടുക. പേടിയേക്കാ അത് കൊത്തുന്നതിനല്ല, പിന്നെ തടുത്ത് മോന്തയിലും കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ കാണാനല്ല മൊഞ്ചുണ്ടല്ലോ. സൂപ്പർ ഗ്ലാമർ അടിപൊളി ഗൈസ്. അങ്ങനെ പറഞ്ഞ അടിക്കാൻ വരുന്നു ഗൈസ്. ക്യാമറയാണ് ഇപ്പോൾ രക്ഷയുള്ളൂ ജീവിക്കണമെന്നുണ്ടെങ്കിൽ. ക്യാമറ ഓണി ആക്കി കഴിഞ്ഞാൽ ഇവര് ഡീസന്റാ. കൂടെ വണ്ടി എടുക്കും ഡ്രൈവർ കുഞ്ഞാപ്പു. അവിടെയും കണ്ണാടി, അവിടെയും കണ്ണാടി. മുഞ്ചിന്റെ പത്ത് എനിക്കറിയാം. സ്റ്റാൻഡ് തട്ടുന്ന പോലെ അച്ഛനെ ഗൈസ് എന്നെ കാത്തോളണേ. കൈ വിട്ടിട്ടല്ലേ വണ്ടിയിൽ. ഞാൻ അങ്ങനെ ഭയങ്കര ഇതാ. വണ്ടി ഓണാക്കിയാണ് തിരിച്ചാൽ പോകുള്ളൂ. വണ്ടി ഓണാക്ക്. ഓണാന്നില്ല, ബ്രേക്ക് പിടിക്കടി. അത് രണ്ട് ഏത് ബ്രേക്ക് പിടിച്ചാലും കുഴപ്പമില്ല. അത് പിടിച്ചാൽ ഓണാവും. ഇനി ഗൈസ് ഞാൻ ഓടിക്കട്ടെ എന്നിട്ട് എടുക്കാം. ഗൈസ് അതിനെ പാത്തുമാണ് വണ്ടി ഓടിക്കുന്നത്. പാത്തുവിന് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് വളവ് വളക്കാൻ മറന്നു പോക്ക്, വലിയ വണ്ടികളെ കാണുമ്പോൾ ബേജാറായി പോക്ക്, അങ്ങനത്തെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പാത്തോട്ട് കണ്ട ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? പാത്തുവാണ് ഫുള്ള് വണ്ടി ഓടിക്കുന്നത്. ഗൈസ് നമ്മളെ പാത്തുട്ടി വല്ലാണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റാർട്ടിങ് ട്രിപ്പ് മാത്രമേ ഉള്ളൂ. വണ്ടി വരുമ്പോൾ പേടിക്കണ്ട. നമ്മളെ സൈഡ് മാത്രം, അവൻ്റെ സൈഡിൽ കൂടി പോയിക്കോളും കേട്ടാ. നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ കൂടി പോയിക്കോളും. നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യണം. ഓക്കെ ഞങ്ങള് വണ്ടി ഓടിച്ച് എന്താ വണ്ടി ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള മയത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇപ്പൊ ഏതോ കാട്ടിലും കൊണ്ടുപോയിട്ട് ബലത്തോട്ട് എടുത്തോട്ട് ഇപ്പൊ എണ്ണ അടിക്കണ എണ്ണ പമ്പ് കാണണം. അതേ ഇടേ കേറില്ലേ എവിടെയെങ്കിലും എത്തോ നോക്കാ. ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചിട്ട് പോവാണ്. മേഗി സാധാരണ ഉണ്ടാക്കുന്ന മേഗിയില്ല. ഇന്നും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എന്തോ ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതെ തമ്പൂരാനറിയാം പാക്കല എപ്പൊ പോയി സിപ്പോ ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ വേണം. എന്റെ മോക്ക് ഇപ്പൊ ചോറ് ഗേറ്റ് ഓർക്കടി. എന്നെ വണ്ടി കളിപ്പിക്കില്ല.